എയർ ഫ്രയർ ഉപയോഗിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്. എയർ ഫ്രയറുകൾ ഉപയോഗിക്കുന്നത് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുമോ എന്ന സംശയമുള്ളവർ ഒരുപാട് പേരുണ്ട്. എന്താണ് ഇതിലെ സത്യാവസ്ഥ? എത്നിക് ഹെൽത്ത് കോഡ് വിശദീകരിക്കുന്നു. എന്താണ് എയർ ഫ്രയറുകൾ? ഭക്ഷണത്തിന് ചുറ്റും ചൂടുള്ള വായു പ്രചരിപ്പിച്ച് പാചകം ചെയ്യുന്ന രീതിയാണ് എയർ ഫ്രയറുകൾക്കുള്ളത്. സമയം ലാഭിക്കാനും ഗ്യാസ് ലാഭിക്കാനും ഇത് തീർച്ചയായും ഉപകാരപ്രദമാണ്. 5 മുതൽ 15 മിനിറ്റിനകം എയർ ഫ്രയറിൽ വിഭവം റെഡിയാകും. ഡീപ് ഫ്രൈ ചെയ്യേണ്ട വിഭവങ്ങൾ മാത്രമല്ല, എണ്ണ കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്ന എല്ലാ വറവ് വിഭവങ്ങളും 80% എണ്ണ ഒഴിവാക്കി ഇതിൽ വറുത്തെടുക്കാം. കുറഞ്ഞ കൊഴുപ്പിൽ ഭക്ഷണം തയ്യാറാക്കിയാൽ തീർച്ചയായും ആരോഗ്യത്തിന് അത് ഗുണം ചെയ്യും. ഈ കൊഴുപ്പ് കുറഞ്ഞ പാചക രീതി തന്നെയാണ് എയർ ഫ്രയറുകളുടെ പ്രധാന ആകർഷണം. എണ്ണയിൽ മുക്കി പൊരിക്കുന്നതിനെ അപേക്ഷിച്ച് എയർ ഫ്രയറുകൾക്ക് വളരെ കുറഞ്ഞ അളവിലുള്ള എണ്ണ മാത്രമേ ആവശ്യമുള്ളൂ. ശരീരഭാരം നിയന്ത്രിക്കാൻ എയർ ഫ്രയറിൽ പാകം ചെയ്ത ഭക്ഷണം സഹായകമാകും. വറുത്ത ഭക്ഷണങ്ങളിൽ കൊഴുപ്പും കലോറിയും കൂടുതലാണ്. എയർ ഫ്രയറിൽ പാകം ചെയ്ത ഭക്ഷണങ്ങൾക്കായി ഈ ഭക്ഷണം മാറ്റുന്നത് കലോറി ഉപഭോഗം കുറയ്ക്കാൻ സഹായിക്കും. കലോറി പേടിയിൽ വറുത്തതും പൊരിച്ചതും ഉപേക്ഷിക്കുന്നവർക്ക് ഇടയ്ക്കെങ്കിലും ഒരു ചിക്കനോ മീനോ വറുത്ത് കഴിക്കണമെന്ന് തോന്നിയാൽ എയർ ഫ്രയറുകൾ പരീക്ഷിക്കാവുന്നതാണ്. എന്നാൽ എണ്ണയില്ല എന്ന ധാരണയിൽ ഇതൊരു ശീലമാക്കുന്നതും നന്നല്ല. എണ്ണമയം വരുത്തുന്നതിനായി നേരിയ തോതിൽ എണ്ണ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ എണ്ണയിൽ ഡീപ് ഫ്രൈ ചെയ്തെടുത്ത ഒരു സമോസ കഴിക്കുമ്പോൾ അകത്തെത്തുന്ന അത്രയും എണ്ണ എയർ ഫ്രൈയിങ്ങിലൂടെ പാചകം ചെയ്ത 4 സമോസ കഴിക്കുമ്പോഴാണ് ശരീരത്തിലേക്ക് എത്തുന്നത്. ഉരുളക്കിഴങ്ങ് പോലുള്ള അന്നജമടങ്ങിയ ഭക്ഷണങ്ങൾ ഉയർന്ന താപനിലയിൽ പാകം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രാസവസ്തുവാണ് ആക്രിലിമൈഡ്. ഈ രാസവസ്തു അർബുദത്തിന് കാരണമാകുന്നുവെന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. ആക്രിലിമൈഡിന്റെ കുറഞ്ഞ അളവ് എയർ ഫ്രയറിൽ പാകം ചെയ്ത ഭക്ഷണങ്ങളുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് എയർ ഫ്രയർ ക്യാൻസർ വരുത്തുമെന്ന പേടി വേണ്ട. എണ്ണയുടെ ഉപയോഗം കുറയുന്നത് മൂലം കൊളസ്ട്രോൾ തുടങ്ങി ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കുറവായിരിക്കും. എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യൂ. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ. ഈ വീഡിയോ ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോഡിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ. ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോഡിന്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനലിൽ. Ethnic Health Code, forward to good health. Ethnic Health Code in public interest.